Hi friends, എല്ലാവർക്കും Rinusdairyയിലേക്ക് സ്വാഗതം. ഇന്ന് മന്തി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ മന്തി തയ്യാറാക്കാം. കുക്കർ വേണ്ട, കുഴി വേണ്ട, സവാള അരിയണ്ട. ബിരിയാണിനേക്കാൾ വളരെ വേഗത്തിൽ മന്തി തയ്യാറാക്കാം. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. മന്തി തയ്യാറാക്കാൻ വേണ്ടി 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ നമ്മൾ മന്തി തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഓരോ പീസസും ഒന്നിൻ്റെ മുകളിൽ വരാത്ത രീതിയിൽ ഇതുപോലെ പാത്രത്തിൽ നിരത്തി വെച്ചു കൊടുക്കാം. പിന്നെ ചിക്കൻ ഇതുപോലെ പീസസ് ആക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി പീസസ് ആക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് കിട്ടിയത് കുറച്ച് വലിപ്പം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കൻ പീസസൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചിക്കൻ പീസസിൽ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തുന്നത് ഈ മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതായത് ക്യുമിൻ സീഡ്സ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നന്നായി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. മീഡിയം സൈസ് 3 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാപ്സിക്കാണെങ്കിൽ 2 മതിയാവും. പിന്നെ ഒരുവിധ ആളുകളൊന്നും മന്തി തയ്യാറാക്കുന്നതിൽ ക്യാപ്സിക്കം ഇടാറില്ല. ഇങ്ങനെ ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ 2 പിടി മല്ലിയില കട്ട് ചെയ്തത്, എല്ലാം നന്നായി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം. ചെറിയൊരു പിടിക്കൊരു പിടി പുതിന കട്ട് ചെയ്തത്, 4 മാഗി ക്യൂബ്, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 3 മതിയാവും മാഗി ക്യൂബ്. പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു പീസൊക്കെ ചേർത്ത് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ മാത്രം. പിന്നെ 3/4 കപ്പ് ഓയിൽ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കുറവാണ് തോന്നിയിട്ട് 1/4 കപ്പോടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു ഓയിൽ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ചതക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളക്. എന്നിട്ടിത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാ പീസസും പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മന്തിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി 1.5 കിലോ ബസ്മതി റൈസ് നന്നായി കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക, 5 6 ഗ്രാമ്പു എന്നിവയോട് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് റൈസ് റെഡി ആവുമ്പോഴേ തമ്മിൽ ഇങ്ങനെ ഒട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
റൈസ് റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നില്ല, അപ്പോഴേക്ക് ലെങ്ത് കൂടും. പിന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ ഒരു 5-6 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചതൊന്നല്ല, ചിക്കനിലുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മന്തിയിലുള്ള ചിക്കൻ പീസസ് ശരിക്കും ഫ്രൈ ചെയ്ത ടൈപ്പും അല്ല, എന്നാൽ ഒരു പുഴുങ്ങിയ ടൈപ്പ്, രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളൊരു ടൈപ്പാണല്ലോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതുപോലത്തെ ചിക്കൻ പീസസ് കിട്ടും. ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കും മല്ലിയിലും പുതിനയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് കാണാത്ത ടൈപ്പിലായി കിട്ടും. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് അടിയിൽ പിടിക്കണില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ആ പാനിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സ്റ്റൗവിൽ വെച്ചിട്ടാണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ മന്തി റൈസിലുള്ള ചിക്കൻ പീസസിനൊക്കെ ചെറിയൊരു രീതിയിൽ റെഡ് കളർ ഉണ്ടാവും. അത് റെഡ് ഫുഡ് കളർ ചേർക്കുന്നത് കൊണ്ടാണ്. ഞാനിത് വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരല്പം ഫുഡ് കളർ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് അതിലുള്ള വെള്ളമൊക്കെ വറ്റി ക്യാപ്സിക്കും മല്ലിയിലൊക്കെ നന്നായിട്ട് വെന്ത് ചിക്കനിൽ മിക്സ് ആയിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചോറിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിതിപ്പോൾ മഞ്ഞൾ കലക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും കുക്ക് ചെയ്ത് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും മഞ്ഞൾ കലക്കിയ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡ്രൈ ലെമൺ, അതായത് ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുത്തിരുന്നതാണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ലെമൺ 2 എണ്ണം ഇട്ട് കൊടുക്കണം. നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്യണം, വിട്ടു പോവരുത്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു മുഴുവനായിട്ടുള്ള പച്ചമുളക് കീറാതെ ഇതിൽ ഈ ചോറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നത് ഈ മുളകിൻ്റെ ഫ്ലേവർ ഇത് ദമ്മിടുന്ന സമയത്ത് ഈ ചോറിൽ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുളക് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു 5-6 മുളക് ഇതുപോലെ ഇങ്ങനെ ഇതിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് ദമ്മിടുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നിങ്ങളെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാക്കിയത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചാർക്കോളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറക് കത്തിയിട്ടുള്ള ആ ഒരു കരി നന്നായിട്ട് ചൂടോട് കൂടെ ഉള്ളത് അത് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചാർക്കോൾ ഇല്ലെങ്കിൽ ഇതുപോലെ കരി വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കനലുള്ളത് ആയിരിക്കണം. ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ആ ഒരു പുക വരാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ ഇതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് ഇതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യാപ്സിക്കം ചേർത്ത് നിങ്ങൾ ഇതുവരെ മന്തി റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ട, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.